കാട്ടാനപ്പേടി ഒഴിയുന്നില്ല. കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ ഇന്ന് രാവിലെ കാട്ടാനിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. മുട്ടത്തുപാറ വടക്കുംഭാഗം പ്രദേശങ്ങളിലാണ് രാവിലെ 7 മണിയോടെ കാട്ടാന എത്തിയത്. വീടുകളുടെ സമീപത്തുകൂടി കടന്നുപോയ ആന നിരവധി പേരുടെ കാർഷിക വിളകളും ചവിട്ടിമെതിച്ചു. 1 മണിക്കൂറോളം പുരയിടങ്ങളിലൂടെ ഓടി നടന്ന ആന പിന്നീട് വനത്തിലേക്ക് മടങ്ങി. വർഷങ്ങളായി നിലച്ചു കിടക്കുന്ന ഫെൻസിംഗ് ജോലികൾ പൂർത്തിയാക്കി കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ ജുവൽ ജൂഡി പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് രാവിലെ ഏകദേശം ഒരു 7 മണി തൊട്ട് 8 മണി വരെ ഒരു പിടിയാന ജനവാസ മേഖലയിൽ ഇറങ്ങി മുഴുവൻ നാശനഷ്ടങ്ങൾ വെച്ചിട്ട് പോയേക്കാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ആ സമയത്ത് സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ എല്ലാവരും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയവും അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പോകുന്ന മെയിൻ റോഡിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഇന്ന് ആന ഇറങ്ങി ഈ മാതിരി ആക്രമണം കാണിച്ചേക്കുന്നത്. രാവിലെ 1 മണിക്കൂറോളം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച ആനയെ ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് വനത്തിലേക്ക് കടത്തി വിട്ടത്. ആ ആനയ്ക്ക് ഒരു പേടിയില്ല. ജനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് വരെ ആന തീറ്റയൊക്കെ എടുത്ത് ചക്കയൊക്കെ ഇട്ട് തിന്നിട്ടൊക്കെയാണ് പോയത്. എൻ്റെ മുറ്റത്തോടെയാണ് ആന കടന്നു പോകുന്നത്. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വനം മന്ത്രി പറഞ്ഞു, പുള്ളിക്ക് ഒറ്റമൂലി അറിയില്ല എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു. ഈ ഒറ്റമൂലി എന്നൊക്കെ പറയണത് ശരിക്കും പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് അറിയാവുന്നവർ ഇപ്പോഴും നാട്ടിലുണ്ട്. ഒറ്റമൂലിക്കൊക്കെ അനുവാദം നൽകുകയാണെങ്കിൽ ഈ ഒറ്റമൂലിയൊക്കെ നാട്ടുകാർ പ്രയോഗിക്കാൻ പാകത്തിനുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് മന്ത്രിയോട് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ സമയത്തൊക്കെ ആന ഇറങ്ങുക പറയുന്നത് ശരിക്കും ഭീഷണിയാണ്. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പുതിയ മന്ത്രി വന്നിട്ടുണ്ട്. പുതിയ മന്ത്രിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി തരും എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നിലച്ചേക്കുകയാണ്. 3,75,00,000 രൂപയുടെ ഫെൻസിങ് ഒക്കെ പേരിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. അതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ചെയ്ത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിവിധയിടങ്ങളിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കോതമംഗലത്തെ കാട്ടാനപ്പേടി പരിഹരിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.